ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്. മോർണിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോൾ 8 മണിക്ക് കഴിഞ്ഞ് ഞങ്ങൾ മീറ്റപ്പ് ആടാം. പിന്നെ ഇന്നലെ വൈകുന്നേരം തല കുളിച്ചുകൊണ്ട് ഞാൻ രാവിലെ തല നനച്ചില്ല, മേലൊക്കെ കഴുകി കണ്ണൻകുട്ടിയുടെയും കുളിയൊക്കെ കഴിഞ്ഞു. അവിടെ വിളിച്ചത് കണ്ണൻകുട്ടിയുടെയും കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചപ്പാത്തി ഇന്നലെ രാത്രി ചപ്പാത്തി ഉണ്ടായിരുന്നു, ചപ്പാത്തിയും ബീഫും. അതിൻ്റെ ബാക്കി ചപ്പാത്തി കണ്ണൻകുട്ടി കഴിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്, പുട്ടും ബീഫും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ചിക്കനല്ല ബീഫും ചപ്പാത്തിയും തന്നെ ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ബീഫും ചപ്പാത്തി ഉണ്ട്. ഇപ്പോൾ രാവിലത്തേക്കും ഉച്ചത്തേക്കും അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം. വൈകുന്നേരം നമുക്ക് മീനോ എന്തെങ്കിലും വാങ്ങിയിട്ട് കറി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം പുട്ടിനുള്ള വെള്ളം വയ്ക്കാം. നല്ല വിശക്കുണ്ട് കേട്ടോ കാര്യമായിട്ട്. നേരത്തെ ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചു അല്ലേ? നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് എല്ലാവർക്കും വിശക്കും. ഇനി അങ്ങനെ ചെയ്താൽ മതി, നേരത്തെ ഫുഡ് കഴിക്കാം. അപ്പം ഇവിടെ നേരത്തെ വിശപ്പപ്പം നീറ്റ് നമ്മൾ. അപ്പോൾ ആദ്യം തന്നെ ഇന്നിപ്പോൾ ചായക്കല്ല വെള്ളം വയ്ക്കുന്നത്, പുട്ടിടാ. പുട്ടാവട്ടെ, പിന്നെ കഴിക്കുന്ന നേരത്തല്ലേ ചായ വരുള്ളൂ, അല്ലെങ്കിൽ ചായ തണുത്തു. കണ്ണൻകുട്ടിയുടെ ചായ കൂടി കഴിഞ്ഞു. പുട്ട് വേണം നീ അത് കഴിഞ്ഞിട്ട് നീ കുറച്ച് നാളികേരം ചേട്ടാ. ഇത് മതിയില്ലേ? ഇതിപ്പോൾ പൊളിക്കാൻ വയ്ക്കും. അപ്പം ഞാൻ മാറ്റണം കേട്ടോ കുഞ്ഞാ, ഇത് വേണ്ട. ഞാൻ പോയി വന്നു മാറ്റാം. അല്ല പോകുമ്പോൾ കൊണ്ടേക്കോ ഇന്നൊന്ന് വന്ന് പിന്നെ ഞാൻ അങ്ങനെ പോയി സ്കൂളിൽ ഞാൻ അങ്ങനെ വേണോ വയ്ക്കാൻ അവിടെ വേറെന്തല്ല പാടത്തു കൂടെ പോവാം. നേരം വൈകി നീട്ടി കഴിഞ്ഞാലേ അന്നത്തെ ദിവസത്തെ കാര്യം പോക്കാണ് കേട്ടോ. ശനി ഞായറാകുമ്പോൾ മിക്കുന്ന നേരം വൈകാറുണ്ട് കേട്ടോ. ഇതിലും നേരം വൈകാറുണ്ട് നമ്മൾ മുന്നൊക്കെ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 7 മണി 7:30 ആകുമ്പോഴേക്കും നീക്കാറുണ്ട്. മുന്നൊക്കെ ആണെങ്കിൽ 9, 9:30, 10 മണി വരെ കിടക്കാറുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടും വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആകെക്കൂടെ പണി പാടും. അതുകൊണ്ട് ഞാൻ നേരത്തെ നീക്കും. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീവുള്ള ദിവസം പുലർച്ചെയൊന്നും അല്ല, എന്നാലും നമ്മൾ നീട്ടിട്ട് ചപ്പാത്തി 3-4 ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കണ്ണൻകുട്ടി കഴിച്ചിട്ട് പിന്നെ അവന് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും കൂടെ, എനിക്കും മോജിറ്റിക്കും കൂടെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടും ബീഫും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നാളികേരം അങ്ങോട്ട് ചിരകി വെച്ചിട്ടുണ്ട്. കണ്ണൻകുട്ടി കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകി വെച്ച് അവൻ കളിക്കാൻ വേണ്ടി പോയി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോഴേക്കും അവനും കൂടെ ഉള്ള പുട്ടാക്കി വയ്ക്കാം, വരുമ്പോൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ശനിയാഴ്ച ഞായറാഴ്ച നമുക്ക് ഇത്തിരി കൂടെ തിരക്കുണ്ടാവും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചധികം ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്നതും കാര്യങ്ങളൊക്കെ കണ്ടൻറ്റൊക്കെ റെഡിയാക്കി വെക്കും ഞാൻ. ശനി ഞായറും പൂജിട്ടിനെ കൊണ്ട് അങ്ങോട്ട് ഇടിപ്പിക്കും. അവൾ വീട്ടോട് തരുമ്പോൾ പിന്നെ കുറച്ചും കൂടെ എനിക്ക് നേക്കാണ് കേട്ടോ. പണൻകുട്ടീനെ പിന്നെ പരിപാടിക്ക് കിട്ടുമില്ല, അവനെപ്പോഴും കളിയും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ പോക്കണം. അപ്പോൾ പൂജിട്ടിയാണ് എൻ്റെ ഇരാന്ന് പറയണത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ആ പരിപാടിക്ക് ഇന്ന് ഇരിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഉച്ചാമ്പഴത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇന്നൊരു മടി പിടിച്ചൊരു സൺഡേ ആണ് കേട്ടോ. ലെസി ഡേ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സൺഡേ ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടേനി. എന്നാൽ പിന്നെ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യാതെ വെക്കണം, എന്നാലാണ് മറ്റുള്ള കാര്യമൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം എനിക്ക് 2-3-4 ഷോർട്സ് അടിപൊളിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഷോർട്സ് നമുക്ക് അപ്ലോഡ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുണ്ട്, ഒക്കെ എഡിറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇത്തിരി നേരം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കനത്തിൽ അങ്ങോട്ട് പുട്ട് അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്കൊരു ആശ്വാസമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബീഫ് ഇപ്പോൾ തലേ ദിവസം രാത്രി ഉണ്ടാക്കിയോണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് രാവിലേക്കും ഉച്ചാമ്പഴത്തെ ചോറിനും ഉണ്ട്. അപ്പോൾ പുട്ടൊക്കെ വെച്ചു, പുട്ടും കുറ്റിയിൽ പുട്ടൊക്കെ ആയി ആവിയൊക്കെ വന്ന് നമ്മുടെ പുട്ട് അങ്ങോട്ട് റെഡിയായി. ഇനി അതാവുമ്പോൾ വേഗം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കേണ്ട പണിയില്ലാത്തതുകൊണ്ട് തന്നെ എന്ത് പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരു സാമട്ട് മതി. ബീഫ് കൂടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ഇന്നത് വേണമെന്നൊന്നുമില്ല, അതൊരു ലേശം മതി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പുട്ടിലേക്ക് ബീഫ് പറഞ്ഞ പോലെ നല്ല രസം, പക്ഷേ ചാറ് കുറച്ച് കുറവാണ്. നമ്മളൊന്ന് കുറുക്കി വറ്റിച്ചോട് എടുത്തുമല്ലോ, പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒന്നും കൂടെ പറ്റുമല്ലോ. എന്നാലും അതൊക്കെ മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. രണ്ടാമത്തെ കുറ്റിയും കൂടെ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ നിൽക്കുന്നത്. കറക്റ്റ് 3 കുറ്റിക്കുള്ള പൊടിയാണ് കേട്ടോ. ഞാൻ ഒരു സുമാറ് കണക്കിൽ അങ്ങോട്ട് എടുത്തതാണ്, പക്ഷേ കറക്റ്റ് 3 കുറ്റിയാണ്. അപ്പോൾ അത് അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3-4 കഷ്ണം ബാക്കി ഉണ്ടെങ്കിലും ഇടനേരത്തൊക്കെ പിള്ളേർക്ക് കഴിക്കാമല്ലോ. എനിക്ക് ഈ ലീവുള്ള ദിവസങ്ങൾ ഞാൻ പറയാറില്ലേ, പലഹാരം ഉണ്ടാക്കുമ്പോൾ ഇത്തിരി അധികം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞൊരു സമാധാനമാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദോശയും കാര്യങ്ങളും ഉണ്ടാക്കാറില്ല കേട്ടോ. ദോശമാവൻ ഇട്ടിട്ടില്ല. ഇല്ലെങ്കിൽ പിന്നെ എപ്പോൾ നോക്കിയാലും നമ്മുടെ ഫ്രിഡ്ജിൽ ദോശമാവ് ഉണ്ടാവും. അപ്പോൾ അഥവാ അവർക്ക് വിശക്കുക എന്ന് പറയുകയാണെങ്കിൽ തന്നെ ദോശ ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു മസാല ദോശയോ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് വൈകുന്നേരം അങ്ങോട്ട് ചെയ്യാറ്.
അതാകുമ്പോൾ പിന്നെ നമ്മൾ ഈ പൊട്ട ബേക്കറിയും കാര്യങ്ങളൊന്നും വെറുതെ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ബേക്കറി ഐറ്റംസ് നമ്മുടെ വീട്ടിൽ മിക്കതും കൊണ്ടുവരാറില്ല കേട്ടോ. ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ കിട്ടണതാണെങ്കിൽ അത് മാത്രം വെച്ച് അങ്ങോട്ട് തീർക്കുമെന്നല്ല, നമ്മൾ കാശ് കൊടുത്തിട്ട് ബേക്കറി വാങ്ങാറൊന്നുമില്ല. ഇവിടെ ബേക്കറി കൊതിച്ചി എന്ന് പറയുന്നത് പൂജുട്ടി അവൾ അസലായിട്ടിരുന്ന് കണ്ടമാനം ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും കണ്ണൻകുട്ടിക്കും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളത് കഴിക്കാറില്ല, ഈ കൊണ്ടുവരാറുമില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അരിമണി വറുത്തതോ അരിമണി വറുത്തുണ്ടയോ അതുപോലെ തന്നെ അടയോ കുഴക്കട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതാകുമ്പോൾ നമുക്ക് കഴിക്കാനും ഹെൽത്തിനും ഒക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ബേക്കറി കഴിക്കണേക്കാട്ടിലും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യം നോക്കിയിട്ടൊന്നല്ല, വെറുതെ ബേക്കറിയുടെ പൈസ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ നമ്മൾ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ പുട്ടൊക്കെ ആയിരിക്കണം. 2 പാത്രങ്ങൾ കൈയോടെ കഴുകി വെച്ചാൽ കിച്ചൺ ടാപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. ഇനി നമുക്ക് അടുത്ത പരിപാടി, ബാക്കി ആ പുട്ടുപൊടിയില്ലേ അതൊക്കെ ഒരു കവറിൽ കെട്ടി വെച്ച് താഴേക്ക് തന്നെ ഇറക്കി വയ്ക്കുക. ഇനി ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. ഒക്കെ അങ്ങനെ പരത്തി ഇടുമ്പോൾ നമുക്ക് എന്തോ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. അടുത്തൊരു പുട്ടും കൂടെ ആവണ സമയം കൊണ്ട് നമുക്കതൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുട്ട് ഞാൻ അടച്ച് വെക്കണില്ല, എന്താ വെച്ചാൽ കഴിക്കുമ്പോഴേക്കും നല്ല ചൂടായിരിക്കും. അപ്പോൾ അതൊന്ന് ആവി പോയിട്ടൊന്ന് എടുത്ത് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പൊടി നല്ല പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് ബലം വെക്കുക കാര്യങ്ങളൊന്നുമില്ല. വൈകുന്നേരം വരെ ഇരുന്നാലും പുട്ടിന് ഒരു കോട്ടവും സംഭവിക്കില്ല. ഇനി എനിക്ക് മാത്രമല്ല ഒരു കുഞ്ഞ് ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. കട്ടൻ ചായയും പുട്ടും മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ അല്ലേ എൻ്റെ അച്ഛമ്മയും അച്ചച്ചൊക്കെ ഹോട്ടലിൽ നിന്ന് ചായയും പലഹാരമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മായിമാർ ഈ പറഞ്ഞ പോലെ ഞങ്ങളും കൂടെ പോയിട്ട് ഈ തൂക്കുപാത്രത്തിൽ പാൽച്ചായ, അച്ചക്ക് കടയിലത്തെ പാൽച്ചായ, ഹോട്ടലിലെ പാൽച്ചായ കിട്ടണം, അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകും. എൻ്റെ പൊന്നോ, ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ആ കടയിലെ പാൽച്ചായയുടെ ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ കടയിൽ കിട്ടണില്ല കേട്ടോ. എനിക്ക് എത്ര ചായ കുടിച്ചിട്ടും എന്നിട്ട് ആകെ 2 ഗ്ലാസ് ചായട്ടേ വാങ്ങുള്ളൂ. അതൊന്ന് ഞങ്ങൾക്ക് ഈച്ചിപ്പിറുക്കി ഞങ്ങൾക്ക് കുറേശ്ശൊക്കെ തരാറുണ്ട് കേട്ടോ. ഈ ഒരു ആ തൂക്കുപാത്രത്തിൻ്റെ അടപ്പിൽ ഒഴിച്ച് തരും ഞങ്ങൾക്ക്. എന്നിട്ട് പുട്ടും ഈ ഒരു പാൽച്ചായയാണ് ഹോട്ടലിൽ നിന്ന് മേടിക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പുട്ടിൻ്റെ ഒരു കുഞ്ഞൊരു പീസും തരും, കഷ്ണം ഇങ്ങനെ പിച്ചി തരും. ഈ കട്ടൻ ചായ അല്ല ഈ പാൽച്ചായയും കൂടെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുട്ടിൻ്റെയും പാൽച്ചായയുടെ ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്, നാവിലുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ കാര്യമൊക്കെ അവിടെ പറഞ്ഞു നിന്നപ്പോഴേക്കും നമ്മുടെ പുട്ടും ബീഫ് ഒന്ന് ചൂടാക്കി അതും കട്ടൻ ചായയും കൂട്ടിയിട്ട് ഞങ്ങൾ ഇരുന്ന് അടിക്കുകയാണ് മക്കളെ. നല്ല അസലായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ തലേ ദിവസം രാത്രിയിൽ നേരത്തെ കാലത്ത് കഴിച്ചിട്ട് നല്ലോണം വിശക്കുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, വേഗം ഇരുന്ന് ഞങ്ങൾ മാക്ക അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനാണ് നമ്മുടെ പുട്ടും ബീഫ്. പൊറോട്ടയും ബീഫിനെക്കാട്ടിലും അടിപൊളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഈ ബീഫിലിട്ടിട്ടൊരു മിക്സിംഗ് ഉണ്ട്, പുട്ടും ബീഫും കൂടെ. നമ്മൾ തട്ടുകട ചെയ്തിരുന്ന സമയത്ത്, മൊബൈൽ റെസ്റ്റോറൻറ്റ് ചെയ്ത സമയത്ത് ഇത് നമ്മുടെ ഒരു മെയിൻ ഫുഡായിരുന്നു അവിടെ കേട്ടോ. ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പാത്രം കഴുകുന്ന ആൾ നമ്മുടെ പൂജട്ടിയാണ് കേട്ടോ. പൂജയാണ് പാത്രം പുറമെ ചാടി കഴിഞ്ഞിട്ട് പൂജ എല്ലാം പാത്രം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞു. എൻ്റെ പൂജ അപ്പോൾ ഓക്കെ, ഞാൻ എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ, കഴിഞ്ഞിട്ട് വായോ. പൂജട്ടി അവിടെ എടുത്തിക്കല്ല എന്താണ് പാത്രം കഴുകുന്നുണ്ട്. ഞാനപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ ഒന്നല്ലേ, ഞാൻ കിടന്ന് ഉറങ്ങി. പകുതി എഡിറ്റ് ചെയ്തപ്പോഴേക്കും എൻ്റെ കിളി പോയി. പിന്നെ ഇങ്ങനെ ഒരു കിടന്ന് ഉറങ്ങിയത് ഓർമ്മയുള്ളൂ. ഇനി അതിൻ്റെ ഒരു പകുതിയോളം മുക്കാലോളം ഉണ്ട്. ഞാൻ കുറച്ചെന്നല്ല ചെയ്തോളൂ, നല്ല പെട്ടെന്ന് ഉറങ്ങിയിട്ടാണ്. ഈ മേശ ഒന്ന് ശരിയാക്കിയിട്ടേ ഒരു വിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിനി കുറേ സമയത്തിന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാം കൂടെ ഒരു അവിയൽ പരിവാവും ലൈവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും. പിന്നെ വേഗം എടുത്ത് കേട്ടോ. അപ്പോൾ ചായയോടെ കഴിഞ്ഞു. ഇനി ഉച്ചാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബീഫിൻ്റെ കുറച്ച് ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നൈറ്റ് നോക്കാം, കരയിട്ടുണ്ടെങ്കിലും എല്ലാം മീനെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ. കണ്ണൻകുട്ടി ഫുട്ബോൾ മാച്ചിന് പോയിട്ട് ഇപ്പോൾ അവൻ കളി കഴിഞ്ഞ് വരെ അല്ലാതെ അങ്ങനെ മാർഗമില്ല. പിന്നെ നമ്മൾ മീൻ വാങ്ങാൻ മാത്രമായിട്ട് വളാഞ്ചേരി പോയാൽ നഷ്ടമാണ്. ഇനി വേറെ എന്തിനെങ്കിലും പോകാനുണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് വാങ്ങി വരാം, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും കൊണ്ടുവരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ വേഗം എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. കഴിച്ച് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ചോറും ബീഫ് കറിയും സവാളയുടെ പീസും ഉണ്ട്. കണ്ണൻകുട്ടി രാവിലത്തെ ചായ ചപ്പാത്തിയല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നു, അവൻ്റെ ഫുഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പൂജുട്ടിയുടെ ഫുഡ് എടുത്തിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. ഇത് ഉച്ചയ്ക്ക് നമ്മൾ കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല, ബീഫ് തന്നെ ഉള്ളതുകൊണ്ട് ഇവിടെ ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് വാതിൽ തുറന്നിട്ട് നോക്കിയപ്പോൾ ഒരു കാറ്റ് പഠിച്ചു തട്ടു. ഇന്ന് ഉച്ചയ്ക്ക് ബീഫ് തന്നെയാണ്. ഇതിപ്പോൾ ഉച്ചത്തോട് കൂടെ അങ്ങോട്ട് കഴിഞ്ഞു. ഒരു രാത്രിയിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാം. അതൊന്ന് 2-3 ഷോർട്സ് എടുക്കാനും കാര്യങ്ങളും എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെയാണ് കഴിഞ്ഞു. രാവിലത്തെ ചായയോടി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അതിനെ ഇരുന്നുണ്ടായിരുന്നു. ഇനി ഇത് മതി ഇന്നപ്പോഴത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ കാര്യമല്ലേ, അതങ്ങനെ അങ്ങോട്ട് പോട്ടെ. ബീഫ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും എക്സ്ട്രാ വേറെ കറിയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞങ്ങളിനി ഫുഡ് കഴിക്കട്ടെ. അത് കഴിഞ്ഞ് ഇനി ലൈവിൽ കയറിയിട്ട് വേണം ബാക്കി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഞാനിവിടെ ക്ലാരിറ്റി ഇല്ല, അത് കാരണമാണ് കിടപ്പത്തിരിക്കണത്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ചായയോടി കഴിഞ്ഞിട്ട് ഇന്ന് അടുത്തതും ചേച്ചി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കേണ്ട മക്കളെ. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുമായിട്ട് ആകെ കൂടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കാര്യമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ബീഫുള്ളതിനെ കൊണ്ട് ചോറ് ഞങ്ങൾ കുക്കറിൽ അതിൻ്റെ ഇടയിൽ നേരത്ത് ഉള്ള സമയത്തിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു.
ഗൈസ് നമുക്ക് കുളത്തിൽ പോയിട്ട് തിരുമ്പി കുളിച്ചിട്ട് വരാം. ബാ, ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്. കുളത്തിൽ പോവാണെങ്കിൽ വേഗം അവിടുന്ന് വൃത്തിയിൽ തിരുമ്പാൻ വേണ്ടി പറ്റും. അപ്പം ഞാനും പൂജ കൂടെ കുളത്തേക്ക് പോവാം, നിങ്ങളും പോരും. ബാ, നല്ല അടിപൊളി കുളം. ബാ പൂജ, ബാ. പൂജനെന്താ താല്പര്യം? ഇന്ന് എന്താ ഇപ്പോൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചയ്ക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പട്ടി പണിയായിരുന്നു മക്കളെ. ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കണേ നട്ടപ്പുറ വെയിലത്ത് അത് ഒരുങ്ങി പുറപ്പെട്ട് നമ്മളത് ചെയ്യണം. പിന്നെ അടുത്ത അടുത്ത ഡ്രസ്സ് മാറിയിട്ട് ഒരുങ്ങി പുറപ്പെട്ട് അടുത്തത് കണ്ടന്റ് ചെയ്യണം. അങ്ങനെയൊക്കെ കൂടെയിട്ട് ഒരു ദിവസം ഒരു ഉച്ചയെ മുക്കാൽ വരെ അങ്ങോട്ട് പോയത് അറിഞ്ഞില്ല കേട്ടോ. ഇന്നിപ്പോൾ കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാണ്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യത്തിനൊക്കെ നിന്നത്. അല്ലെങ്കിൽ അതും കൂടെ ആകുമ്പോഴേക്കും എനിക്ക് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് സമയമേ കിട്ടില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം കഴിയുമ്പോഴേക്കും നട്ടു ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലൈവിൽ ഇരിക്കുന്ന സമയമാവും. അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലൈവിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ തിരുമ്പാൻ വേണ്ടിയിട്ട് മാറാപ്പും കെട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഇത് കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. ഒരു 4:30 4:45 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ വൈബായിരിക്കും കേട്ടോ. പിന്നെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ തിരുമ്പാനൊക്കെ ഉള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോരാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പൂജുട്ടീനെയാണ് മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ തോടും കാര്യങ്ങളും നമ്മുടെ വീടിൻ്റെ വഴിയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗൈസ്, ആ കാണുന്ന റോഡാണ് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ്. ഇത് തോട്, ഇത് പൂജേനെ കാണാൻ പാടില്ല ആയിരിക്കും. അതാ നമ്മൾ പോവാൻ ഡോറ ബുജി പോലെ മെല്ലെ മെല്ലെ പോവാം. വാ കുളത്തിൽ വാ കുട്ടി. ഇത് മാത്രമുള്ളൂ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ട്. ബാക്കിയൊക്കെ നമ്മൾ കഴിക്കും. വർത്താനം പറയണ്ട കേട്ടോ, വീഴും. എനിക്ക് ഭയങ്കര കേട്ടോ, വീണ കാലോടിയോ അതാ പേര്. എന്നൊക്കെ പിടിച്ചു. ഇനി ഫ്രണ്ടിലേക്ക് നടക്കാൻ എനിക്ക് പേടി. എത്തി നമ്മൾ കുളത്തിലെത്തില്ല. കുളം പിന്നെ കണ്ടിട്ട് ചാടണ്ട കേട്ടോ. പിന്നെ ആര് വന്നിട്ട് രക്ഷിക്കാം. തുടങ്ങാം, നമ്മൾ അങ്ങ് തുടങ്ങാം. ആരുമില്ല, വേഗം കുറച്ച് മുന്നേ ഞാനൊരു ചാട്ടം ചാടി ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ പൂജുട്ടി ഒരു ചാട്ടം ചാടി ഉണ്ടായിരുന്നു. ഫോണും പൂജുട്ടിയും കൂടെ ആ കുളത്തിലെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഒരു ലേശം ഒരു ഭാഗ്യത്തിന് അങ്ങോട്ട് രക്ഷപ്പെട്ടതാണ്. എനിക്കൊരാൾ കുളത്ത് ചാടിയുള്ള തൊട്ട് ചാടിയുള്ള എനിക്ക് നീന്തി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംഭവമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലും കുട്ടി പഠിച്ചിട്ടൊക്കെ എൻ്റെ ജീവൻ രക്ഷിക്കുന്നല്ലാതെ. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞാണ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി മോളെ, ഇവിടെ ഒരാളും ഇല്ല എന്നുള്ളതൊക്കെ. അവിടെ ഒരു ചേച്ചിയും ഒരു കുട്ടിയൊക്കെ കൂടെ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ ധൈര്യത്തിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വീണില്ല ഭാഗ്യത്തിന്, ഇല്ലെങ്കിൽ ഇതാ കിടക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വേഗം അങ്ങോട്ട് ബെഡ്ഷീറ്റോളാണ് കേട്ടോ. 2-3 ഉണ്ട്. അത് ഈ തോട്ടിലോ പുഴയിലോ പറഞ്ഞ പോലെ കുളത്തിലൊക്കെ വന്ന് തിരുമ്പാനാണ് വൃത്തിയാവുള്ളൂ. വേഗം കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടും പറ്റും. വീട്ടിലാണെങ്കിൽ പിന്നെ ആകെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഫ്രണ്ട്സ്. അടിപൊളിയാണ് ഗൈസ്. എന്ത് രസമാണെന്നറിയോ, ഇവിടെ ഇങ്ങനെ കുറേ നേരം വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം ടെൻഷനും കാര്യങ്ങളൊക്കെ പോയിക്കോളും. പിന്നെ ഇനി നമുക്ക് കുളിക്കാനായിട്ട് ഒരു ദിവസം വരണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാവരും കൂടെ വരണ ഒരു ദിവസം പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. എടുത്തമ്മയും പിള്ളേരൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ശരണിയോ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കുളിക്കാനായിട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ തിമിർത്താടി പോണ ടീംസാണ് കേട്ടോ, തിരുമ്പി കുളിച്ചിട്ടൊക്കെ. ഇപ്പം പിന്നെ കുളിക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നനഞ്ഞിട്ട് അങ്ങനത്തെ നടക്കണ്ടേ എന്നുള്ളൊരു മടിയോണ്ടാണ്. വീട്ടിൽ പോയിട്ട് കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ വേഗം തിരുമ്പാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ബെഡ്ഷീറ്റൊക്കെ അടിച്ച് തിരുമ്പേണ്ടി വരും. എന്താ വെച്ചാൽ ഈ കണ്ണൻകുട്ടിയൊക്കെ അല്ലേ, അവനൊന്ന് കാല് കഴുകാൻ എത്ര പറഞ്ഞാലും കള്ളത്തരം കാണിച്ചിട്ടാണ് കയറുക കേട്ടോ. എന്നാൽ ഞാൻ ചില സമയങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം പോയി കയറാം. അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് വേഗം ഇങ്ങോട്ട് കയറും വരും. എനിക്ക് അതൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ തിരുപ്പും ഇതൊക്കെ തിരുമ്പിയിട്ടുണ്ട്. ഇതൊരാഴ്ചയിലെങ്കിലും തിരുമ്പിയിട്ടില്ലെങ്കിൽ വലിയ കഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തിരുമ്പിയിട്ട് നമുക്ക് ഊരി പിഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ എത്ര പെട്ടെന്നാണെന്ന് അറിയാം. നമ്മൾ തോട്ടിലും കുളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ തിരുമ്പലും എന്താ പറയുക ഊരിപ്പിഴിയിലൊക്കെ കഴിയുക. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാന്നിച്ചിട്ട് നിൽക്കും, ഒരുപാട് സമയം പോകും. ആ ഒരു സമയം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വേഗം തിരുമ്പി കുളിച്ച് പോവാം. ഇനി പൂജുട്ടീൻ്റെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഒരു ഇതൊക്കെ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള നീന്തലൊക്കെ അറിയാം, ആൾക്ക് അത്രയും അറിയില്ല.
അങ്ങനെ എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ചെറുതിലൊക്കെ എൻ്റെ അച്ഛല്ലേ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല. ഉള്ള പൊട്ടക്കിണറ്റിലും കൊണ്ടിലൊക്കെ കൊണ്ട് ചാടി ചേർന്നുണ്ടായിരുന്നു നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ കാറി ചീറി കരഞ്ഞിട്ട് ഞാൻ ചാടിപ്പോരും. ഏട്ടനും അനിയനും എല്ലാവർക്കും അറിയാം. അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഗൈസ്. ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് നീന്തിയിട്ട് കയറി പോരാൻ വേണ്ടി പറ്റാറുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, എല്ലാവരും നീന്തലാണ് പോയോ എനിക്ക് ഇതുപോലെയൊക്കെ നീന്താൻ പറ്റിയിരുന്നെങ്കിൽ. ഇപ്പം ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? സ്കൂട്ടി ഓടിക്കാൻ വേണ്ടിയിട്ടും കാർ ഓടിക്കാൻ വേണ്ടിയിട്ടും. ഇതൊക്കെ നമ്മൾ മെല്ലെ പഠിച്ചെടുക്കും. ഇനി സമയം എത്ര കിടക്കുക, എന്തിനാ എത്ര പേടിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെ ഞാൻ എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു ആണ് കേട്ടോ. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. പണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടല്ലേ തിരുമ്പാനൊക്കെ പോയിണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ പൂജിറ്റിയോട് പറയായിരുന്നു കേട്ടോ, ഇങ്ങനെയായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ തിരുമ്പാൻ പോയിണ്ടായിരുന്നത്. തിത്തയും തിമിതയും കളിച്ചിട്ട് ഈ വരവും പോക്കാണ് ആകെ കൂടെ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സീനുമില്ല, വേഗം വന്ന് തിരുമ്പി കുളിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു പാലം കടക്കലാണ് നാരായണ നാരായണ എന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് കിടക്കേണ്ടി വരും. പൂജിറ്റിക്കും പേടി, എനിക്കും പേടി. അങ്ങനെ നമ്മളിതാ തത്തക്കം പിത്തക്കം കളിച്ചിട്ട് വീട്ടിലെത്തി വേഗം ഇനി തോരടാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇത് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒരു 10, 10:30, 11 മണിയോട് കൂട്ടിയിട്ട് ഇത് ഉണങ്ങി മലരായി കിട്ടിക്കോളും. അങ്ങനെ ഇതൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ആരും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അതൊക്കെ വാങ്ങി വേഗം എടുത്ത് വെച്ചു. അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇടയ്ക്കും തലയ്ക്കും അങ്ങനെ സ്റ്റിച്ച് ചെയ്യണോണ്ട് നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് അല്ലറ ചില്ലറ വട്ടച്ചെലവിനുള്ളതും കുട്ടികളോ വണ്ടിക്കൂലിക്കുള്ളതും അങ്ങനെ ഇങ്ങോട്ട് എത്തിക്കോളും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകണമെന്ന് പറയണത്. അങ്ങനെ എല്ലാവരും ഷാജൻ്റെ വിവരമൊക്കെ ചോദിക്കാറുണ്ട്. ഷാജറ്റ് സുഖമായിട്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല മക്കളെ. ഞാൻ നിങ്ങളെ അന്വേഷിച്ചതൊക്കെ പറയാറുണ്ട് കേട്ടോ. ലൈവിലും കുട്ടികൾ ചോദിക്കാറുണ്ട്, വീഡിയോയിലും ചോദിക്കാറുണ്ട്, ലോങ് വീഡിയോയിലും ചേച്ചിമാരും കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആൾ ഓക്കെയാണ്, ഞങ്ങളെല്ലാവരും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, സേഫാണ്, അടിപൊളിയായിട്ട് ഇങ്ങനെ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചോദിച്ചതിനുള്ള ഇത് ഞാൻ പറയാറുണ്ട് ലൈവിൽ. പിന്നെ ലോങ് വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ അന്വേഷിക്കുന്നതൊക്കെ ഞാൻ പുള്ളിയോട് പറയാറുണ്ട്. അങ്ങനെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞു. നമ്മുടെ തിരുമ്പിയതൊക്കെ കണ്ണൻകുട്ടി ഇതാ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ ചെക്കൻ അവിടെ 2-3 എണ്ണം അങ്ങനെ അവൻ്റെ ട്രൗസറും ഈ പറഞ്ഞ പോലെ ബയ്യനൊക്കെ ഊരിയിട്ട് അവിടെ ഇവിടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവനെ കൊണ്ട് തന്നെ തിരുമ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ എണ്ണി പെറുക്കിയിട്ടാണ് ഈ നിൽക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ ഞാൻ അവിടെ മുറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പുറത്തിട്ടായിരുന്ന വിരിപ്പുതാ അത് രണ്ടാമത് അവിടെ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടിട്ടു. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അടിച്ച് വരുമ്പോൾ അതിൽ തെറിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാ. പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, മഴ ചാറലുകൊണ്ടും കാര്യങ്ങളും കൊണ്ടൊക്കെ. എന്നാലും പിന്നെ അടിച്ച് വരുമ്പോൾ എന്തെങ്കിലും പൊടികളോ കാര്യങ്ങളോ തെറിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും മാറ്റിയിട്ടിട്ട് കൈയോടെ അങ്ങോട്ട് മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ എന്നും അടിക്കണം കേട്ടോ. എവിടെ നിന്നാണ് ഈ ചപ്പ് വരണമെന്ന് ഒരു ഐഡിയ ഇല്ല. പറഞ്ഞാൽ നമ്മളിവിടെ ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. കാറ്റ് നല്ലോണം ഉണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന്. നമ്മുടെ പാടത്തുനിന്ന് വരുന്ന കാറ്റില്ലേ, അസലായിട്ട് അടിപൊളി കാറ്റാണ്. ഒരു ഉച്ച സമയത്തൊക്കെ ഇതാ ഈ ഒരു വേക്കിൽ ഈ ഒരു അടുക്കളയുടെ ഈ ഒരു സ്റ്റെപ്പുമ്പോൾ വന്നിരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് നല്ല അടിപൊളി കാറ്റും കൊണ്ടിട്ടിരിക്കുക. അപ്പോൾ ആ ഒരു കാറ്റത്ത് വരണ ചപ്പാണെന്ന് തോന്നുന്നുണ്ട്, നമ്മുടെ ഈ തേക്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ അത് കൈയോടാണ്ട് അടിച്ച് വാരിയിട്ട്, അല്ലെങ്കിൽ പിന്നെ രാവിലെ ആകുമ്പോഴേക്കും ആകും കൂടെ എന്തോ പോലെ ആവും. വൈകിട്ട് അടിച്ച് വാരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു വൃത്തിയിൽ അങ്ങനെ കിടന്നോളല്ലോ എന്ന് വിചാരിച്ചിട്ട് കൈയോടെ അങ്ങോട്ട് അടിച്ച് വാരിയിടാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. പൂജിറ്റിനോട് പറഞ്ഞു നാളെ മതി എന്ന് പറഞ്ഞ് എന്നെ കുറേ ചടപ്പിക്കാൻ നോക്കി, പക്ഷേ ഞാൻ കേട്ടില്ല, അടിച്ച് വാരിയിട്ടു കേട്ടോ. പിന്നെ നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് അവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ടും ഒരെണ്ണം നമ്മുടെ ചെടികൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ വെള്ളം ഒഴിച്ച് വന്നിട്ട് ആ ഒരു ഇതില്ലേ നമ്മുടെ വേപ്പില ഒന്നിങ്ങനെ തളിർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് മുട്ടയുടെ തോട് ഉണക്കി പൊടിച്ചിടാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി മുട്ട മേടിക്കുമ്പോൾ വേണം മറക്കാണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് തളിർത്ത് പന്തലിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ വേപ്പില എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഇവിടെ ഈ വീട്ടിൽ നട്ടിട്ടുള്ള അവർ നട്ടിട്ടുള്ള കവുങ്ങിനും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കിട്ടുമ്പോൾ അതിനും കൂടെ ഒരു വിഷമം ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വലിയ വാഴയ്ക്ക് ഇതിനൊന്നും നമുക്ക് വെള്ളം നനയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറ്റണതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ സിറ്റ് ഔട്ട് അങ്ങോട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. തലേ ദിവസം തുടച്ചിട്ടുണ്ട് തന്നെ ഒരു അഴുക്കും കാര്യങ്ങളും ഉള്ളിലില്ല. അതുകൊണ്ട് പിന്നെ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തിരുമ്പി വന്നതിനെ കൊണ്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ച് വാരിയിട്ടിട്ടാണ് നമ്മളെല്ലാം ക്ലീനാക്കി ഇട്ടിട്ടാണ് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ പൊടിയോ കാര്യങ്ങളൊന്നുമില്ല. വൈകുന്നേരം ഈ പറഞ്ഞ പോലെ പൂജിട്ടി ഞാൻ അതിൻ്റെ ഇടയിൽ ലൈവിലിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് അവളൊന്ന് എല്ലായിടും ഒന്ന് അടിച്ച് വാരിയിട്ടിട്ടാണ് നമ്മൾ പിന്നെ ഇറങ്ങാൻ വേണ്ടി നിന്നത്. അവൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുക്കാത്തതില്ലേ, അവളുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളും അവളും ഓക്കെ അല്ലാത്ത സമയത്ത് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ആ കുട്ടി ചെയ്യാറുണ്ട് കേട്ടോ, അവൾ ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് മോളൊന്നും ചെയ്യാറില്ലേന്ന്. അവൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ച് വാരിയിട്ടിട്ടുണ്ടായിരുന്നു ആശാത്തി പോകുമ്പോൾ. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് അങ്ങോട്ട് തുടച്ചെടുത്തു. ഉള്ളിലൊന്നും വലിയ അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ. എന്നിട്ട് ആ ഒരു ഇതില്ലേ ബനിയൻ, ഇത് നല്ല സുഖം തുടയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പെട്ടെന്ന് അഴുക്ക് പോവുകയും ചെയ്യും. അങ്ങനെ പിസ് പിസ് തന്നെയുള്ളൊരു ബനിയനാണ്. എൻ്റെ ബനിയനായിരുന്നു കേട്ടോ നൈറ്റിൽ ഞാൻ വീട്ടിലിടണേ. അപ്പോൾ അത് അവിടെ അങ്ങോട്ട് ഒലുമ്പി പിഴിഞ്ഞ് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വെള്ളം കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. പൂജിട്ടി വിളക്ക് വെച്ച് കാര്യങ്ങളൊക്കെ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഏതായാലും കുറച്ച് വെള്ളം അങ്ങോട്ട് കലക്കാൻ വിചാരിച്ചു. ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല കേട്ടോ 4 മണി ചായക്കൊന്നും. 4 മണി എന്ന് പറഞ്ഞിട്ട് ഇതപ്പോൾ 6:10 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിളക്ക് വെക്കൽ കഴിഞ്ഞു. ഈ വെള്ളം കലക്കൽ ആദ്യം നമ്മൾ പൈനാപ്പിളിൻ്റെ പൊടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് മാംഗോടെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം.
നമ്മൾ ദാഹിച്ചിരിക്കുമ്പോൾ സമയത്ത് ഈ വെള്ളം അങ്ങനെ കുടിച്ച് മടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. അതുകൊണ്ട് 30 രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിയതാണ്. കുറേശ്ശിട്ട് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ്. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ഇല്ലേ നാരങ്ങയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് വാങ്ങി വെക്കണതാണ്. ഇതിപ്പോൾ ആൾക്കാരൊക്കെ ഒന്നും വരണമൊന്നും കാണാനൊന്നുമില്ല. ഞങ്ങൾ തന്നെ കുടിച്ച് തീർക്കുന്ന തോന്നണം. ഇനി ഒന്നുമില്ല സമയത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാനിത് ഉമ്മർത്ത് വന്നിരുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാറില്ലേ നല്ല രസമാണെന്നുള്ളത്. അപ്പോൾ പോസിറ്റീവ് കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കും. അവൾക്ക് പറയാനുള്ള സമയം എനിക്ക് പറയാനുള്ള സമയമൊക്കെയാണ് കേട്ടോ. ഇന്നെ കേൾക്കാൻ വേണ്ടിയിട്ടും അവളെ കേൾക്കാൻ വേണ്ടിയിട്ടും. ഇനി കണ്ണൻകുട്ടി വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ ഞങ്ങൾക്കൊരു ലുഡോ കളിക്കലുണ്ട്. ആ സമയത്ത് അവന് പറയാനുള്ള തള്ളലും കേൾക്കും. ഇപ്പം എൻ്റെ തള്ളലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നൊരു മടി പിടിച്ച സൺഡേ ആണെന്നറിയാം. എന്നാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.